12ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രം വലിയ വിജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന താരത്തിന്റെ വാല്യൂ അതർ ലാംഗ്വേജിലും താരം സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വേണം പറയാൻ. ഹിന്ദി വേർഷൻ അന്യായ കൊളുത്ത് തന്നെയാണ് ഇവിടെ ഇപ്പോഴും കൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചാലും എന്ത് തള്ളോടോ നീ തള്ളുന്നത് എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രൂഫ് സഹിതം കാണിക്കുന്നത്. ഇന്നലെ രാത്രി നൈറ്റ് ഷോകൾ ഹിന്ദി വേർഷൻ എങ്ങനെ പോയി എന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഡബ്ബിംഗ് വേർഷൻ എങ്ങനെയൊക്കെയാണോ തൂക്കിയടിക്കാൻ പറ്റുന്നത് ആ രീതിയിലെല്ലാം ഹിന്ദി മേഖലയിൽ തൂക്കിയടിക്കുന്നു എന്ന് വേണം പറയാൻ. മികച്ച പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ട് അവിടെ തിയേറ്ററിൽ എത്തിച്ച മൂവിയല്ല മാർക്കോ. ജനം കണ്ട് മൗത്ത് പബ്ലിസിറ്റിയോടെ ജനം പതിയെ തിയേറ്ററിൽ എത്തി ക്ലിക്കായ മൂവിയാണ് ഹിന്ദിയിൽ മാർക്കോ. അതുകൊണ്ട് തന്നെ ചിത്രം നല്ലൊരു പേരും അതുപോലെ നല്ലൊരു കളക്ഷനും ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ ഏകദേശം 8 ദിവസത്തോളം വേണ്ടി വന്നു. ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം ഇന്നലെ രാത്രി കളിക്കുന്ന തിയേറ്ററുകളിൽ നിന്നുള്ളതാണ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി എന്നീ ഏരിയകളിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. ഇനിയും ഹിന്ദി നാട്ടിൽ ഈ ഒരു ചിത്രം കാണാൻ ഒരു ജീവിയും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് മോങ്ങൂ. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഇന്നലെ 24 അവേഴ്സിൽ 38,000-ഓളം ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയത്. അതിൽ കൂടുതൽ ബുക്കിംഗും വന്നിരിക്കുന്നത് ഹിന്ദി മേഖലയിൽ നിന്നും ഹിന്ദി വേർഷന്റെ ബുക്കിംഗ് ആണ്. മലയാളം വേർഷൻ കേരളത്തിലെല്ലാം ഇന്നലെ നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ ഇടിവ് രേഖപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് ആയിരുന്നു, ശനി ഞായർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാ സിനിമയ്ക്കും നല്ല രീതിയിലുള്ള ഇടിവും കാര്യങ്ങളെല്ലാം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മാർക്കോ എന്ന ചിത്രത്തിനെയും അത് ബാധിച്ചു. ഇപ്പോൾ ഇതാ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് 11 ദിവസത്തേത് പുറത്തു വന്നിരിക്കുന്നു. മലയാളം വേർഷന് 4,27,00,000 രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഹിന്ദി വേർഷന്റെ കളക്ഷൻ 3 CR എത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ടോട്ടലി 7,27,00,000 രൂപയാണ് ചിത്രത്തിന്റെ 11 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 11 ദിവസത്തെ ഈ ഒരു കളക്ഷനോട് കൂടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ടാഗിലേക്ക് എത്തപ്പെടാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾ മലയാളികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ആഘോഷമാക്കി കൊണ്ടാടും. വലിയ ഹൈപ്പിൽ മോശം സിനിമയാണ് വരുന്നതെങ്കിൽ മലയാളികൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്ന് തന്നെയാണ് ഈ ഒരു ക്രിസ്തുമസ് കാലഘട്ടത്തിലും മലയാള പ്രേക്ഷകർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.